ഹായ്, ഡോക്ടർ സന്ദീപ് പ്രഭാകരൻ. റിസം തെറാപ്പി നമ്മൾ ആസ്റ്റർ മെഡിസിനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 2.5 കൊല്ലത്തോളമായി. ഏകദേശം ഒരു 300 പേഷ്യൻസിന് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വിജയകരമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വാട്ട് ടു എക്സ്പെക്ട് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്, അതായത് ഈ പ്രൊസീജിയറിന് ശേഷം എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ആദ്യത്തെ ഒരു മാസം എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ടുള്ള സമയം എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം. റിസം തെറാപ്പി എന്ന് വെച്ചാൽ ഒരു വളരെ അൾട്രാ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡല്ല. പ്രൊസീജിയർ കഴിഞ്ഞ് ഉടനെ തന്നെ സിംറ്റം റിലീഫ് ഉണ്ടാവുന്നില്ല. ജനറലി നമ്മൾ റിസം ചെയ്താൽ ഏകദേശം ഒരു 5 ദിവസം മുതൽ 7 ദിവസം വരെ ചെറിയൊരു യൂറിൻ പോകാനുള്ള പൈപ്പ്, അതായത് ചെറിയൊരു ട്യൂബ്, സിലിക്കോണിന്റെ ചെറിയൊരു കതീറ്റർ വെക്കാറുണ്ട്. ആ കതീറ്റർ എടുത്തതിന് ശേഷം ചില ആൾക്കാരിൽ ഉടൻ തന്നെ യൂറിനറി ഇംപ്രൂവ്മെന്റ് പറയാറുണ്ട്. എന്നാലും ഒരു 50% രോഗികളും നമ്മൾ യൂറിൻ പോകാനുള്ള സ്പീഡ് ഇംപ്രൂവ്മെന്റ് പറയാറുള്ളത് ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷമാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം പക്ഷെ വേറൊരു പ്രോബ്ലം കാണാറുണ്ട്. ചില രോഗികളിൽ അവർ യൂറിൻ ഒഴിക്കുമ്പോൾ വേദന പറയാറുണ്ട്. അപ്പോൾ പലരും വിളിക്കാറുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ ആയോ ഡോക്ടറെ എന്ന് ചോദിച്ചു വിളിക്കാറുണ്ട്. പക്ഷെ അത് യൂറിനറി ഇൻഫെക്ഷൻ അല്ല. ആക്ച്വലി ഈ ഒരു പ്രോസസ്സിൽ സ്റ്റീം തെറാപ്പിയിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡെത്ത് ഉണ്ടാക്കുകയാണ്, അതായത് കോശമൃത്യു ഉണ്ടാക്കുകയാണ് പ്രോസ്റ്റേറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ കോശമൃത്യുവിന് ശേഷം അവിടെ ഒരു റിപ്പയർ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പയർ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ബോഡിയുടെ തന്നെ ഒരു ഇൻഫ്ലമേറ്ററി മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ യൂറിനിൽ ഒഴിക്കുമ്പോഴുള്ള വേദന, ചിലപ്പോൾ കുറച്ച് യൂറിനിൽ ബ്ലഡും കാണാറുണ്ട്. ഇത് ഒരു 2ാമത്തെ ആഴ്ച മുതൽ 3ാമത്തെ ആഴ്ച വരെ യൂറിൻ ഒഴിക്കുമ്പോൾ ചെറിയ രീതിയിൽ ബ്ലഡ് കാണാനും യൂറിൻ ഒഴിക്കുമ്പോൾ ചെറിയ വേദന ഉണ്ടാവാനും ഉള്ള ചാൻസ്. ഏകദേശം 1 മാസം ശേഷം എല്ലാ രോഗികളും ഒരു യൂണിഫോമിൽ പറയുന്ന കാര്യമാണ്, പിന്നെ യാതൊരു പ്രോബ്ലവും തോന്നിയിട്ടില്ല. അപ്പോൾ ഏകദേശം 1 മാസം വരെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ 1 മാസം എത്തുമ്പോഴേക്കും നല്ലൊരു യൂറിനറി ഫ്ലോയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നന്നായി പ്രകടമായിരിക്കും. അതിനുശേഷം യൂറിൻ്റെ സ്പീഡ്, പലവട്ടം യൂറിൻ ഒഴിക്കാൻ പോകുന്ന ആ പ്രോബ്ലം, അതൊക്കെ വളരെയധികം കുറയുന്നതാണ് കാണപ്പെടുന്നത്. എന്നിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം എത്തുമ്പോഴാണ് അതിൻ്റെ മാക്സിമൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയും. വളരെ നല്ല യൂറിനറി ഫ്ലോ, ഏകദേശം നോർമൽ രീതിയിൽ ചെറുപ്പത്തിൽ യൂറിൻ ഒഴിക്കുന്ന രീതിയിൽ തന്നെ യൂറിൻ പോവുക, അങ്ങനെയൊക്കെ വരുന്നത് ഏകദേശം ഒരു 3 മാസത്തിന് ശേഷമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 1 മാസത്തിനും 3 മാസത്തിനും ഇടയ്ക്കുള്ള സമയത്താണ് ഈ പ്രോസ്റ്റേറ്റിൻ്റെ റിസോപ്ഷൻ ഫേസ് എന്ന് പറയും. ആദ്യം നമ്മളൊരു കില്ലിംഗ് ഫേസ് ആയിരുന്നു, അത് കഴിഞ്ഞ് അതിന് റിസോപ്ഷൻ ഫേസ്, അതിനെ ചുരുങ്ങി ബോഡി തന്നെ അതിനെ അബ്സോർബ് ചെയ്ത് അതിനെ സ്കാവെഞ്ച് ചെയ്ത് കളയുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ നടക്കുന്നത് ഈ 1 മാസത്തിനും 3 മാസത്തിനും ഇടയ്ക്കാണ്. അതൊരു സ്ലോ പ്രോസസ്സാണ്. ആ ഒരു 3rd മന്തിലാണ് അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിന് കിട്ടാവുന്ന മാക്സിമൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ സാധാരണ ഇതിൽ ഞങ്ങൾ ചെയ്യാറുള്ളത് 3ാമത്തെ മാസം വിളിക്കുന്നു രോഗികളെ, എന്നിട്ട് യൂറിനറി ഫ്ലോ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. അതായത് യൂറോഫ്ലോമെട്രി എന്നുള്ളൊരു സിമ്പിൾ ടെസ്റ്റ് ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുന്നു. അപ്പോൾ യൂറോഫ്ലോമെട്രി നോക്കിയിട്ട് അതിൽ നല്ല ഫ്ലോ പാറ്റേൺ ആണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ എല്ലാ മെഡിസിൻസും ഓഫ് ചെയ്യുന്നു. ഇപ്പോൾ ചില ആൾക്കാർക്ക് സബ്ജക്റ്റീവ്ലി നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും സിംറ്റംസ് പണ്ടത്തിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് യൂറിനറി ഫ്ലോ റേറ്റ് നോക്കുമ്പോൾ ഒരു ബോർഡർ ലൈൻ ഫ്ലോ റേറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആൽഫ ബ്ലോക്കർ മാത്രം, അതായത് ഡ്യൂട്ടാസ്റ്റേഡ് മുതലായ ഹോർമോണൽ മരുന്നുകളൊക്കെ ഓഫ് ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള ആൽഫ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള അൽഫസോസിൻ അല്ലെങ്കിൽ ടാംസിലോസിൻ മുതലായ മരുന്നുകൾ കീപ്പ് ചെയ്യാറുണ്ട്. എന്നിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഇതാണ് റിസം തെറാപ്പിക്ക് ശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ.